ചരിത്രം എന്നും കൊടുങ്ങല്ലൂരിനൊപ്പം PTA ജില്ലാ പ്രസിഡന്റായി KS കൈസാബിനെ തെരഞ്ഞെടുത്തു. രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ലാബ്സ് MHL. ശനിയാഴ്ച തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ജില്ലയിലെ PTAയുടെ പ്രഥമ യോഗത്തിലാണ് KS കൈസാബിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൊടുങ്ങല്ലൂർ PBM GHSലെ PTA പ്രസിഡന്റുമാണ് KS കൈസാബ്. തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ല PTA തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നല്ല രൂപീകൃതമായി. രാവിലെ മുതൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സമേതം എന്ന് പറയുന്ന വിദ്യാഭ്യാസ പരിപാടി, ആ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തമായ ക്ലാസ്സുകൾ രാവിലെ മുതൽ സംഘടിപ്പിക്കുകയും അതിനുശേഷം ജില്ലാ PTAയുടെ രൂപീകരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. അതേപോലെ തന്നെ കോർപ്പറേഷൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ അതിൻ്റെ അധ്യക്ഷത വഹിച്ചു. ആദ്യമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള PTA എന്ന നിലക്ക് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ PTA പ്രസിഡന്റുമാരുടെ രൂപീകരണമാണ് ഇതിൽ നടന്നിട്ടുള്ളത്. തുടർന്ന് UP LP വിഭാഗത്തിലെ PTA പ്രസിഡന്റുമാരെയും SMC MPTA ഉൾപ്പെടെയുള്ള ജില്ലയിലെ മുഴുവൻ ആളുകളെ വിളിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ജില്ലാ തലത്തിൽ ഇരിയാക്കോട ചാവക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിൻ്റെ യോഗം വിളിച്ചുവിടാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഥമ പ്രസിഡന്റായിട്ട് P. ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റുകൾക്ക് എന്നെ തെരഞ്ഞെടുപ്പുണ്ടായി. 45 അംഗ കമ്മിറ്റി ഉൾപ്പെടെ ജില്ലാതലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാഭ്യാസ മേഖലകൾക്കുണ്ടാവുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ വിദ്യാലയത്തിനും അധ്യാപകർക്കും ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നാണ് അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത്. PTA എങ്ങനെ പ്രവർത്തിക്കണം, എന്താണ് PTAയുടെ സാധ്യതകൾ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇതിലവിടെ സംഘടിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിൽ നടക്കുന്ന പോരായ്മകൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ, അതേപോലെ തന്നെ സമേതമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭകളും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഓരോ വിദ്യാലയത്തിലും ചെയ്യേണ്ട മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് അതിനാവശ്യമായ ഫണ്ട് ഏകദേശം ഇപ്പോൾ കേരളത്തിനകത്ത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് സമേതം എന്ന് പറയുന്ന പരിപാടിക്ക് 175 ലക്ഷം രൂപ, 1.25 കോടി രൂപ അതിനാവശ്യമായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം പരിപാടികൾ ഭരണഘടനാ ബോർഡ് എന്ന് പറയുന്ന രൂപത്തിൽ എല്ലാ വിദ്യാലയത്തിലും ഭരണഘടനയുടെ ബോർഡ് എഴുതാൻ വേണ്ടി, അതേപോലെ തന്നെ മറ്റു കുട്ടികൾക്ക് ആവശ്യമായ പദ്ധതികൾ ഇതെല്ലാം നടപ്പാക്കുന്ന സമേതം പദ്ധതിയിലൂടെയാണ്. അതൊക്കെ നടപ്പാക്കാൻ വേണ്ടി തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ, അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് പാരൻസിന് ഉൾപ്പെടെ അവർക്ക് ആവശ്യമായ ക്ലാസ്സുകൾ കൊടുക്കാൻ ഉൾപ്പെടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രഥമ PTA യോഗ എന്ന് ആ യോഗം വളരെ നല്ല രീതിയിൽ തൃശ്ശൂർ നടപ്പാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ മാതാപിതാക്കൾ എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ ഇടപെടാൻ വേണ്ടി കഴിയുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.